നമസ്കാരം കൂട്ടുകാരെ, ഡി ക്ലോഡിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡി ക്ലോഡിയസിൻ്റെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള D300 എന്ന് പറയുന്ന ഒരു അടിപൊളി ആംപ്ലിഫയറാണ്. ഈ ആംപ്ലിഫയറിൽ ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇവനെ ഫുള്ളായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളിപ്പോൾ ഒരു എല്ലാ വീഡിയോസിലും ഇപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിൻ്റെ 2-3 വേരിയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളതിൽ നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസ് ഞാൻ ആ വീഡിയോയിൽ ലാസ്റ്റായിട്ട് പറയുന്നതാണ്. അപ്പം നേരെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിൽ വരുമ്പോൾ നമ്മൾ ബ്ലാക്ക് മാറ്റിൽ ഒരു ഗ്ലാസ് ടൈപ്പിലാണ് നമ്മൾ അക്രിലിക് പാനൽ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നെയിമിൽ തന്നെയാണ് ആംപ്ലിഫയർ വരുന്നത്. ഇപ്പം നമ്മുടെ എല്ലാ ആംപ്ലിഫയറിലും നമ്മൾ നമ്മുടെ നെയിമൂടെ ബ്രാൻഡായിട്ട് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ അത് നമ്മളിപ്പോൾ ഇങ്ങനെ ലേബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഫസ്റ്റത്തെ കൺട്രോളായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് സബിൻ്റെ കൺട്രോളാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളൊരു പവർ സ്വിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വട്ടം ഫുള്ളായിട്ട് തന്നെ കൺട്രോളിൻ്റെ അലൈൻമെൻറ്റുകൾ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കൺട്രോൾ സെൻറ്ററിൻ്റെയാണ്, പിന്നെ സറൗണ്ട്, പിന്നെ ഫ്രണ്ട്, പിന്നെ ഈ ഫ്രണ്ടിൻ്റെയാണ് ട്രിബിളും ബേസും വരുന്നത്. പിന്നെ നമ്മളിവിടെ വോളിയം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ മാസ്റ്റർ കൺട്രോള്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ഓക്സ് ഇൻപുട്ട്, USB ഇൻപുട്ട്, DOD ഇൻപുട്ട്. ആംപ്ലിഫയറിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടേജ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് G-സ്റ്റാറിൻ്റെ USB മോഡ്യൂളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ബ്ലൂ ലൈറ്റിംഗ് വരുന്ന ഒരു USB മോഡ്യൂളാണ് ഈ വരുന്ന ടൈപ്പ്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടൊക്കെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഭംഗിയുണ്ടോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനി നേരെ നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ആംപ്ലിഫയർ ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോണത്. ആംപ്ലിഫയറിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു വ്യൂ ഞാൻ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ വയറിങ്ങിലൊക്കെ ഒരുപാട് അപ്ഡേഷൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ തൊട്ട് നമ്മൾ ഇതേപോലെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഇൻസൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ തൊട്ട് തുടങ്ങാം. നമ്മളിവിടെ 2 ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 5 ഇഞ്ച് കോറിലാണ് നമ്മൾ മെയിൻ സബിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ഇഞ്ച് കോറിൻ്റെ അടുത്ത് 1.5 ഇഞ്ച് കോറ്, 1.25 ഇഞ്ച് കോറിലാണ് നമ്മൾ ചാനലിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോമർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ട്രാൻസ്ഫോമറിൻ്റെ പവർ സപ്ലൈയിൽ നമ്മൾ 4750-ൻ്റെ 4 കപ്പാസിറ്ററും, നമ്മുടെ ചാനലിൻ്റെ പവർ സപ്ലൈയിൽ നമ്മൾ 4725-ൽ 2 കപ്പാസിറ്ററുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചാനലായിട്ട് നമ്മളിവിടെ 2050-ൻ്റെ AC ആണ് നമ്മൾ ഓരോ ചാനലിനും വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നമുക്കൊരു 20-25 വാട്ട്സോളമൊക്കെ നമുക്ക് പെർ ചാനൽ പവർ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമറും നമ്മളൊരു 14 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ സബിൻ്റെ സെക്ഷനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മോസ്ഫെറ്റ് ആംപ്ലിഫയറാണ്. അതായത് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള മോസ്ഫെറ്റ് ആംപ്ലിഫയറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ആംപ്ലിഫയറിൽ നമുക്ക് ചാനലായാലും സബായാലും നമുക്ക് 8 ohmസും 4 ohmസും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഹീറ്റ് സിങ്ങും അതിനനുസരിച്ചുള്ള കൂളറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ചാനൽ ബോർഡിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ലെങ്ത്തുള്ള ഹീറ്റ് സിങ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ ആംപ്ലിഫയർ ഇത് നമ്മുടെ തന്നെ പവർ ആംപ്ലിഫയറാണ്, നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ IC നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള IC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മോസ്ഫെറ്റ് ബോർഡും അങ്ങനെ തന്നെയാണ്, നമ്മുടെ തന്നെ പവർ ആംപ്ലിഫയർ ബോർഡാണിത്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 940 240 മോസ്ഫെറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സബ് ഓഫറിൻ്റെ ആംപ്ലിഫയർ വന്നിട്ട് ഒരു 200 വാട്ട് RMSും ചാനലിൻ്റെ നമുക്കൊരു 25 വാട്ട്സും RMS ആയിട്ട് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം എങ്ങനെ പോയാലും നമുക്കൊരു 300 വാട്ട്സ് പവർ ഉണ്ടാവും ഈ ആംപ്ലിഫയർ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു ഫാൻ വന്നിട്ട് എയർ ഔട്ടും ഒരു ഫാൻ വന്നിട്ട് എയർ ഇന്നും ആയിട്ടാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ടുകളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ 5.1 ഇൻപുട്ട്, അതേപോലെ തന്നെ
ഓക്സ് ഇൻപുട്ട്. 5.1 ഇൻപുട്ടും പിന്നെ ഒരു ഓക്സ് ഇൻപുട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വട്ടം നമ്മൾ ആംപ്ലിഫയറിൻ്റെ വയറുകളൊക്കെ തന്നെ നമ്മൾ സ്ലീവ് ഇട്ട് ടൈ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. കൂട്ടുകാർ ഒരുപാട് പേര് പറഞ്ഞതിൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മളൊരു റിലേ സ്വിച്ചിങ് ആണ് ഈ വട്ടം നമ്മൾ 5.1 2.1 സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ഒരു 3 റിലേ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ സ്വിച്ച് ചെയ്യുന്നത്. അതായത് USB, ഓക്സ്, 5.1 ഇതെല്ലാം തന്നെ നമുക്ക് ഈ 3 റിലേകൾ വഴിയിട്ടാണ് നമ്മളിതിനെ സ്വിച്ച് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ഓൺ ഓഫ് ആണ് നമ്മളിവിടെ 3 സ്വിച്ചിലായിട്ട് ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ബേസ് ട്രബിൾ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തന്നെ ബേസ് ട്രബിൾ ബോർഡാണ്. ഇതിൻ്റെ ബാസ് ട്രബിളൊക്കെ നല്ല പോലെ തന്നെ നമ്മൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു പ്രൊലോജിക് ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊലോജിക് ബോർഡിൽ നമുക്ക് നല്ല പോലെ പണി വന്നൊരു ബോർഡാണ്. നല്ല പോലെ തന്നെ ഇതിനെ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല പോലെ പണി വന്നിട്ടുള്ള ഒരു പ്രൊലോജിക് ബോർഡാണ് ഈ ഒരു ഐറ്റം. പക്ഷേ ഇങ്ങനെ നമ്മളൊരു ഇതൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുന്ന ഒരു ഇതല്ല പ്രൊലോജിക് ബോർഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നിൽക്കണ പവർ ആംപ്ലിഫയറിൻ്റെ വോളിയത്തിനേക്കാൾ 2 ഇരട്ടി മുകളിലായിരിക്കും നമ്മുടെ പ്രൊലോജിക് ബോർഡിൻ്റെ സറൗണ്ടിൻ്റെ ഔട്ട്പുട്ടും അതുപോലെ സെൻറ്ററിൻ്റെ ഔട്ട്പുട്ടും വരാം. അതൊരു ഇതെല്ലാ ബോർഡിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഈക്വലാക്കി എടുക്കാനായിട്ട് കുറച്ച് പാടുപെടും. അപ്പോൾ നമ്മളതിനെ കറക്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പം എല്ലാ ചാനലും ഈക്വലാണ്. നമ്മളല്ലാതെ ഈക്വലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ തന്നെ ഒരു സബ്പ്രിയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സബ്പ്രി നമ്മൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള നമ്മുടെ റൈറ്റാണ്. പിന്നെ നമ്മളിവിടെ ഫ്രീക്വൻസി കൺട്രോളാണ് നമ്മളിവിടെ ചൂസ് ചെയ്ത് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വട്ടം നമ്മൾ കൺട്രോളുകളൊക്കെ ഒരു PCBയിലാക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഐറ്റാണ്. അപ്പോൾ അത് കൊള്ളാം, കുഴപ്പമില്ല, കാണാൻ നല്ല ഒരു വൃത്തിയുള്ള റൈറ്റാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇതിനെ ചൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയറിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെയാണ് നമ്മളിതിനെ പ്ലേസ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ G-സ്റ്റാറിൻ്റെ മോഡുകളാണ് ഇവിടെ ഈ ഐറ്റായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു മാസ്റ്റർ കൺട്രോളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഈ ആംപ്ലിഫയർ നമുക്ക് മാക്സിമം വോളിയം ഉയർത്തി കഴിഞ്ഞാലും പതറിൽ അതേപോലെ തന്നെ ക്ലാരിറ്റി നഷ്ടപ്പെടണം അങ്ങനത്തെ പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല. സബിൻ്റെ കാര്യത്തിലായാലും ചാനലിൻ്റെ കാര്യത്തിലായാലും മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻസി വരുന്ന ആംപ്ലിഫയറാണ് നമ്മളിവിടെ അസംബിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആംപ്ലിഫയർ മേടിച്ചവർക്കും അതേപോലെ നമ്മുടെ അടുത്ത് റീവർക്ക് തന്നവർക്ക് നല്ല പോലെ അറിയാം നമ്മുടെ ആംപ്ലിഫയർ എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ളത്. ഞാനിവിടെ ക്വാളിറ്റിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോണൻറ്റുകൾ ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടല്ല നമുക്ക് ആ ക്വാളിറ്റി കിട്ടുന്നത്. നമ്മൾ ആംപ്ലിഫയർ കറക്റ്റ് ആക്കുന്നതിലാണ് ആ ക്വാളിറ്റി പെർഫോമൻസ് നമുക്ക് എടുക്കാൻ പറ്റണത്. പിന്നെ നോർമൽ ആംപ് ചെയ്യണേക്കാളും നല്ലപോലെ ടൈം എടുക്കും. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് അസംബിൾ ചെയ്യണതിലും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ചിന്തയും കൂടി ഉണ്ട്, അസംബിളിങ്ങിൽ ഇടി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. നമ്മൾ സബൂഫറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണുണ്ടോ അത്ര തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ ചാനലിലും കൊടുക്കണം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ പെർഫോമൻസ് കിട്ടുന്ന അടിപൊളി ആംപ്ലിഫയറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ ചെയ്തു തരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് തരുന്നതാണ്. ഏകദേശം നമ്മൾ ലോ കോസ്റ്റിൽ എത്ര രീതിയിൽ ചെയ്യണ ആംപ്ലിഫയർ ആയാലും അതുപോലെ ഹൈ റേറ്റിൽ എത്ര ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ആയാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2000 രൂപയുടെ ആമ്പ് തൊട്ട് 60,000 രൂപയുടെ ആമ്പ് വരെ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ കൂടെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നേരെ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് കേൾക്കാം. നമ്മളിവിടെ ഓഡിയോ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഇമ്പോർട്ടഡ് സ്പീക്കർ 3 ഇഞ്ചിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐറ്റം തന്നെയാണ് ഞാൻ ഇവിടെ ഡെമോ ആയിട്ട് വെച്ചിരിക്കണത്. പിന്നെ സബൂഫറായിട്ട് നമ്മളിപ്പോൾ ഇവിടെ JBL അല്ല ചെക്ക് ചെയ്യണത്, JBLൻ്റെ ട്യൂബ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമ്മൾ ബോക്സ് അടിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ എടുക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അധികമായി കണ്ട ബോക്സ് വരും. ഇപ്പം നമ്മൾ ഏറെക്കുറെ ഇപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഡൈൻറ്റിയുടെ 10 ഇഞ്ചിലാണ് നമ്മൾ ഓഡിയോ ചെക്ക് ചെയ്യണത്. ഡൈൻറ്റിയുടെ 10 ഇഞ്ച് നമ്മളൊരു സാധാ ഓപ്പൺ ബോക്സിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ എയർ ഹോൾ വരുന്ന ഒരു ഓപ്പൺ ബോക്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഐറ്റത്തിലാണ് നമ്മളിപ്പോൾ ഓഡിയോ ചെക്ക് ചെയ്യണത്. ഇതിപ്പോൾ ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയില്ല
ഏതൊക്കെ ഓഫറുകൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാന്നുള്ളത്. എല്ലാവരും JBLന്റെ പിന്നാലെയാണ്. അപ്പം നമ്മുടെ നോർമൽ ഓഫറിലും അത്യാവശ്യം നമുക്ക് പെർഫോമൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ആംപ്ലിഫയർ പക്കയാക്കി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഔട്ട്പുട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ ഓഡിയോ കേൾക്കാം.